ഒരു വസ്തുവിനെ 4 പേർ 4 വീക്ഷണകോണിൽ നിന്ന് കാണുന്നു എന്ന് കരുതുക. കാണുന്ന വസ്തു ഒന്ന് തന്നെയാണ്, എന്നാൽ 4 പേർക്കും 4 വ്യത്യസ്ത അഭിപ്രായമായിരിക്കാം. എന്നിരുന്നാലും ആ കാണുന്ന വസ്തു അത് ഏതാണോ അതായി തന്നെ നിലകൊള്ളും. 4ൽ 2 പേരാകും അതിന് മോശം അഭിപ്രായം പറഞ്ഞത്. എന്നാൽ അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് ശരിയായ രീതിയിൽ നമ്മളുടെ വീക്ഷണകോൺ മാറ്റിയാലോ അഭിപ്രായവും മാറ്റേണ്ടി വരും. മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിനെ പലരും സമീപിച്ചത് റിലീസിങ്ങിന് മുമ്പ് സൃഷ്ടിച്ച വലിയ തോതിലുള്ള ഹൈപ്പ് എന്ന പുകമുറയിലൂടെയായിരുന്നു. എന്നാൽ മാസ് പ്രതീക്ഷയുമായി പ്രേക്ഷകന് മുൻപിൽ LJP എന്ന സംവിധായകൻ്റെ ചിത്രമായിരുന്നു അവതരിച്ചത്. വാലിബൻ്റെ മായിക ലോകം സൃഷ്ടിച്ച ഒരു തലത്തിലേക്ക് പ്രേക്ഷകൻ എത്തുവാൻ ഒട്ടും താമസമുണ്ടാകില്ല. വരും ദിവസങ്ങളിൽ മാത്രമാണ് ശരിക്കുമുള്ള സിനിമാ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുവാൻ പോകുന്നത്. നാളെ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൻ്റെ അവധിയാണ്. തുടർന്ന് വരുന്ന ശനി ഞായർ ദിവസങ്ങളിലും പ്രേക്ഷകർ തിയേറ്ററിലെത്തും. അവരുടെ വിലയിരുത്തലുകൾക്ക് ശേഷം പോരെ ഈ ഡീഗ്രേഡിംഗ്? ഇന്ന് കണ്ട പല അഭിപ്രായങ്ങളിലും വിലയിരുത്തലുകൾ ശരിയായ കാഴ്ചപ്പാടിലല്ല എന്ന് തന്നെ വിശ്വസിക്കണം. മോഹൻലാൽ എന്ന നടൻ പലപ്പോഴും ഇത്തരം പരീക്ഷണങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം പറയാം. വാനപ്രസ്ഥം. ഷാജി N കരുണിൻ്റെ ഈ ചിത്രം മനോഹരമായൊരു കാവ്യം തന്നെയായിരുന്നു. ഷാജി കൈലാസ്, ജോഷി തുടങ്ങിയവരുടെ മാസ് എൻ്റർടൈനറുകളിൽ അഭിനയിക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു ചിത്രം വരുന്നത് എന്നോർക്കണം. ഒരു നടനിൽ നിന്നും ഇതുമാത്രമേ പ്രതീക്ഷിക്കാവൂ എന്ന തരത്തിൽ ഒരു സ്കെയിൽ പ്രേക്ഷകൻ കൊണ്ടു നടക്കുവാനും പാടില്ല. മാസ് ചിത്രങ്ങൾ മാത്രമല്ലല്ലോ ഒരു നടൻ്റെ കഴിവിനെ അംഗീകരിക്കേണ്ട മാനദണ്ഡം. മേൽപ്പറഞ്ഞതെല്ലാം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു വസ്തുവിനെ നിങ്ങളുടെ മാത്രം വീക്ഷണകോണിലൂടെ കണ്ട് അഭിപ്രായം പറയാതെ മറ്റു കോണുകളിൽ നിന്നുകൂടി കാണുക, എന്നിട്ട് അഭിപ്രായത്തിലേക്ക് പോവുക. ഇതുവരെ കണ്ടതൊന്നുമല്ല നിജം, ഇനി കാണപ്പോകുന്നതാണ് നിജം.